ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, പ്രിയങ്കരായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മുൻ KPCC പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ശ്രീ K മുരളീധരൻ, ശ്രീ M ഹസൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ K സുധാകരൻ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ N ശക്തൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള MPമാർ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ബെന്നി ബെഹനാൻ, പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ MK രാഘവൻ, മുതിർന്ന നേതാവ് ശ്രീ KC ജോസഫ്, ശ്രീ ജോസഫ് വാഴക്കൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ചാണ് ഇന്ന് രാപ്പകൽ സമരം ഇന്നും നാളെയുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ടാണ് നമ്മുടെ പ്രതിഷേധം. UPA ഗവൺമെന്റ് ശ്രീമതി സോണിയാഗാന്ധിയുടെ പ്രത്യേക താൽപര്യം മൂലം മൻമോഹൻ സിംഗ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽ ഉറപ്പ് പദ്ധതിയായിരുന്നു. അതുവരെ ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലും തൊഴിൽ ദാന പദ്ധതികളെ ഉണ്ടായിരുന്നുള്ളൂ, തൊഴിൽ ദാന പദ്ധതികൾ. എന്നാൽ ഈ UPA ഗവൺമെന്റ് ഈ തീരുമാനത്തോടെയാണ് തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഒരു പദ്ധതി നിലവിൽ വന്നത്. അത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ജീവിതം വഴിമുട്ടി നിന്ന പാവപ്പെട്ട കോടാനുകോടി വരുന്ന സ്ത്രീകൾക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ടുണ്ടായ പ്രയോജനം വളരെ വലുതാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഇതൊരു പരിധിവരെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. പദ്ധതിയിലൂടെ ലഭ്യമാക്കിയ തൊഴിലിന്റെ 50 മുതൽ 60% വരെ കൈയാളിയത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ അവസാനിപ്പിക്കാനും സാമ്പത്തികമായ ദാരിദ്ര്യം തുടച്ചു നീക്കാനും ഒരു പരിധിവരെ ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് 2 പതിറ്റാണ്ടായി കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുകയുണ്ടായി. ഈ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് കിട്ടിയ ആശ്വാസം ചെറുതായിരുന്നില്ല. ഒരു കാലത്ത് ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിച്ച് ജീവിച്ച കുടുംബങ്ങളിലേക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൂലമാണ് സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ഈ ഗവൺമെന്റ് ഈ പദ്ധതി അട്ടിമറിക്കാൻ നോക്കുകയാണ്. മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്നു മുതൽ പദ്ധതിയുടെ ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക, പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക, മാത്രമല്ല ഇതിനുവേണ്ടി കൊടുക്കേണ്ട പണം വേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുക. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 2014 മോഡിയുടെ ആദ്യത്തെ ബഡ്ജറ്റ് വരുന്നത്. ആ 2014 ബഡ്ജറ്റ് മുതൽ ആ ബഡ്ജറ്റിലാണ് ഏറ്റവും വലിയ വെട്ടിക്കുറവുണ്ടായത്. മാത്രമല്ല ആധാർ അടിസ്ഥാനമായിട്ടുള്ള ആ പേയ്മെന്റ് നിബന്ധനകൾ തുടങ്ങിയത് മുതൽ 7 കോടി തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. 7 കോടി തൊഴിലാളികളെ മുടന്തി ന്യായം പറഞ്ഞ്
ഈ പദ്ധതി നിന്ന് ഒഴിവാക്കി. പ്രതിവർഷം 100 പകരം കഷ്ടിച്ച് 50 ദിവസം 55 ദിവസം മാത്രമാണ് തൊഴിൽ കൊടുത്തത് എന്നും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള തൊഴിൽ അവകാശം ഇപ്പോൾ വെറും ഉറപ്പ് മാത്രമായി മാറുകയാണ് ഉണ്ടായി. അവകാശമാണ്, അത് കേവലം ഉറപ്പ് മാത്രമായി മാറുകയുണ്ടായി. ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് 50,000 കോടി രൂപയുടെ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ്. കേരളം പോലെ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ കഴിയും? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കൊണ്ടുപോകാൻ കഴിയും? കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരുന്ന ഈ പദ്ധതി സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി വിഹിതം നൽകണമെന്ന് വന്നാൽ എങ്ങനെ പദ്ധതി നടപ്പാകും? കേരളത്തിന് മാത്രം ഏതാണ്ട് 2000 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാവുകയാണ് ഈ പദ്ധതി പ്രകാരം. പുതിയ സംവിധാനം എല്ലാ വർഷവും നിശ്ചിത കാലയളവിലേക്ക് നിർബന്ധിത തൊഴിൽ അടച്ചുപൂട്ടൽ സാധ്യമാക്കുന്നു. ഫണ്ടുകൾ തീർന്നു കഴിഞ്ഞാലും വിളവെടുപ്പ് സമയത്തൊക്കെ തൊഴിലാളികളെ മാസങ്ങളോളം തൊഴിൽ നിഷേധിക്കാനുള്ള സംവിധാനം കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ തൊഴിൽ നിഷേധം കൂടി ഇവിടെയുണ്ട്. വേണമെങ്കിൽ തൊഴിലില്ല എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തി ചെയ്യാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന തന്നെ ഇവർ മാറ്റി. VVG റാം ബില്ലിലുള്ളത് പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ളതായിരുന്നെങ്കിൽ നിയന്ത്രണം മുഴുവൻ അവർക്കാണ്. സാമ്പത്തികം കൊടുക്കുന്നത് സ്റ്റേറ്റിനും കേന്ദ്രവും ഡിവൈഡ് ചെയ്യണം എന്നുള്ള പുതിയ നയം കൊണ്ടുവരുന്നു. 40% സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയും നിലവിൽ 10% സംസ്ഥാനം വഹിക്കേണ്ടത് ഇപ്പൊ 40% ഇതിന്റെ തുക സംസ്ഥാനങ്ങൾ വഹിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഈ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാകാൻ പോകുന്നു. ഒരു സംസ്ഥാനത്തിനും ഇത് സംസ്ഥാന വിഹിതം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ്. പ്രത്യേകിച്ച് GST കൂടി നടപ്പാക്കിയതോടെ സംസ്ഥാനങ്ങൾ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നു. കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന മൂലം പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് ഇത് വീണ്ടും അടിച്ചേൽപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതിനെതിരായ ഒരു വലിയ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെജിയും രാഹുൽ ഗാന്ധിയും അവർ രണ്ടുപേരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള ഒരു വൻപിച്ച പ്രക്ഷോഭം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. കർഷക ബില്ലുകൾ നിയമം പിൻവലിച്ചതുപോലെ ഈ നിയമം പിൻവലിക്കാനുള്ള ജനകീയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മഹാത്മാഗാന്ധി ഇവർക്ക് പണ്ടേ ഇഷ്ടമല്ല. മഹാത്മാഗാന്ധിയുടെ തീരുമാനത്തിലേക്ക് വെടിയുണ്ടകൾ വായിച്ചവരാണിവർ. ഇന്ന് എല്ലാ ദിവസവും ഗാന്ധിസത്തിന് നേരെ വെടിയുണ്ടകൾ ഉതിർക്കുന്നവരാണ് ഇന്നത്തെ ഭരണകൂടം. ആ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തണം. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി എന്തൊരു പേടിയാണ് ഇവർക്ക്. ഈ പേര് കേൾക്കുന്നതിന് അവർക്ക് പേടിയാണ്. ഈ പേര് കേൾക്കുന്ന എല്ലാ പദ്ധതികളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. നെഹ്റുവിനെ തമസ്കരിക്കുന്നു. ഇന്നലെ ഒരു കാര്യവുമില്ലാതെ സോമനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ നെഹ്റുവിനെ വിമർശിക്കുന്നു. ഒരു കാര്യവുമില്ല. സോമനാഥ ക്ഷേത്രത്തിൽ പോയ നരേന്ദ്രമോദിക്ക് ഒരു കാര്യവുമില്ല നെഹ്റുവിനെ പറ്റി പറയാൻ. നെഹ്റുവിനെ ആക്രമിക്കുന്നു. നെഹ്റുവും ഗാന്ധിജിയും ലോകത്തിന് മുമ്പിൽ നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന മഹാപുരുഷന്മാരാണ്. അവരുടെ ആശയങ്ങൾ മുഴുവൻ ചവിട്ടി മെതിക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെത്ര വിചാരിച്ചാലും നെഹ്റുവിനെയും ഗാന്ധിയെയും അവരുടെ ചിന്തകളെയും തമസ്കരിക്കാൻ സാധ്യമല്ല. അതിനുള്ള ശ്രമമാണ് മോഡി പ്രധാനമന്ത്രിയായ സമയം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുക, ചരിത്രത്തെ തമസ്കരിക്കുക, ചരിത്ര പുരുഷന്മാരെ അവഹേളിക്കുക, ഇതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും തെറ്റായ കാര്യങ്ങൾ. അതിനെതിരെയുള്ള പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം. വാസ്തവത്തിൽ ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി സമര നാടകം നടത്തുകയുണ്ടായി.
ഈ സമര നാടകം എന്തിനു വേണ്ടിയായിരുന്നു? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു തീഷ്ണമായ സമരം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നടത്തിയിട്ടുണ്ടോ? മോഡിയുടെയോ അമിത്ഷായുടെ പേര് ചരിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ? എപ്പോഴും അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരോടൊപ്പം ബായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗവൺമെന്റാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം നടത്തിയത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായ ഗവർണറുടെ മുമ്പിലല്ലേ? അതിന് പോലും ധൈര്യമില്ല. ഗവർണറുടെ മുമ്പിൽ പോലും പോയി സമരം ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം ഗവർണറുമായിട്ട് ഒത്തുകളിയാണ്. ബിജെപിയും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഗവർണറുടെ മുഖ്യമന്ത്രിയും തമ്മിൽ ഇടപെടലിലൂടെ വൈസ് ചാൻസലർമാരെ വീതിച്ചെടുത്തതോടെ നമ്മൾ കണ്ടതാണ്. കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ സമരമാണ്, അല്ലാണ്ട് ആത്മാർത്ഥതയുള്ള സമരമല്ല. ആയിരുന്നെങ്കിൽ ഈ സമരം ഇന്നലെ രാജ്ഭവന്റെ മുമ്പിൽ അല്ലെ തിരുവനന്തപുരം ഡൽഹിയിൽ നടത്തണമായിരുന്നു. അതിനൊന്നും ഇച്ഛാശക്തി ഇല്ലാത്ത ഗവൺമെന്റാണ്. ബിജെപിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരള ജനതയെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരായ പോരാട്ടം കൂടി പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിന്റെ അന്തരിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോടാനുകോടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നവർക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.